ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ? വയനാട്ടിലെ രാഷ്ട്രീയ ഭൂപടത്തിലെ 3 നിയോജക മണ്ഡലങ്ങളും സംയോജിക്കുന്ന നടവേൽ ടൗണിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ രാഷ്ട്രീയ നിലപാട് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചറിയാം. നടവേല് എനിക്ക് വോട്ട് കണിയാമ്പറ്റ പഞ്ചായത്തിലാണ്. അതായത് ഇവിടെ നടവേൽ സ്കൂളിൽ 1-ാം വാർഡ്. കൽപ്പറ്റ ജയിക്കുക സിദ്ദിഖിനെ ജയിക്കുള്ളൂ. അതിന് യാതൊരു മാറ്റമില്ല. സിദ്ദിഖ് ജയിക്കുള്ളൂ. പിന്നെ അതുപോലെ വരുള്ളൂ. UDF അധികാരത്തിൽ വരുള്ളൂ. ഇത് അവിടെ ചോദിച്ചോ, ആ ചേട്ടനോട് ചോദിച്ചു. മൂന്ന് നിയോജക മണ്ഡലത്തിൽ പെട്ടതാണ്. 3 സ്ഥാനാർത്ഥികൾ വരും. അവർ ജയിച്ചു പോകും. ജയിച്ചു പോയി കഴിയുമ്പോൾ നടവിലൊരു ഒരു വികസനം ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല. അത് വല്ലാത്ത ഒരു ചടിവാണ്. അവരുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാന്ന് പറയും. അതെല്ലാവരും കണക്കാം. പിന്നെ വോട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്. അതിപ്പോ എന്തായാലും നോക്കല്ല. ഇത് പറ്റ പുതാടി പനമരം. ഇവിടെ ഒരു വികസനം നടക്കൂല. വികസനം ഇതുവരെ നടന്നിട്ടില്ല. ഇവരെല്ലാം വന്ന് പറയാം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിത്തരാം ഇങ്ങനെ ഉണ്ടാക്കിത്തരാം. എല്ലാവരും കണക്കാം. ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ നടക്കൂല. അറിയാം. എന്നിട്ട് അങ്ങനത്തെ ഉള്ള പരിപാടികളാണ് ഇവിടെ. ഇവിടെ ഒരു പഞ്ചായത്തിന് വേണ്ടിയിട്ട് 1975 ഇവിടെ പഞ്ചായത്തായത്. അന്ന് മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഒരു പഞ്ചായത്തില്ല. അന്നേരം പാരയോ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു. അതുവരെ കേണിച്ചിറയിലേക്ക് നീക്കാൻ നോക്കി. ഇവിടെയുള്ള പരിപാടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എന്തായാലും നമ്മൾ UDF-നാണ് വോട്ട് ചെയ്യുന്നത്. നടവേലില് 3 പഞ്ചായത്തുകൾ, 2 താലൂക്കുകൾ ആയിട്ടുള്ളൊരു 3 നിയമസഭാ മണ്ഡലങ്ങളുടെ സംഗമ സ്ഥാനമാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് പുൽപ്പള്ളിക്ക് പോകുമ്പം ഒരു വശം പനമരവും ഒരു വശം ബത്തേരിയും. അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ കണിയാമ്പറ്റയുടെ ഒരു ഭാഗം പനമരത്തോട് ചേർത്ത് നടക്കുന്ന ജംഗ്ഷൻ. അങ്ങനെ വളരെ വിചിത്രമായ, എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ടൗണ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം പല പ്രാവശ്യം പഞ്ചായത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും അതെല്ലാം സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിവായി പോയ ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം 10-75 വർഷത്തെ കുടിയേറ്റത്തിന് ചരിത്രമുള്ളൊരു നാടായത്. അത്രമാത്രം വലിയ ഒരു ചരിത്രമുണ്ട് ഈ നാടിന്. നാട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് പഞ്ചായത്ത് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറി വരുന്ന എല്ലാ സർക്കാരിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. പലപ്പോഴും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് തടസ്സമായിട്ട് വരുന്നത്. പിന്നെ ആദ്യം പ്രഖ്യാപിച്ച പഞ്ചായത്ത് കേസ് കൊടുത്തിട്ട് ഇല്ലാതായി. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ. എങ്കിലും ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നല്ല വിശ്വാസമുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ബത്തേരിയിലും വയനാട്ടിൽ ഇപ്രാവശ്യം സമ്പൂർണ്ണമായ ഇടതുപക്ഷ മേൽക്കോയ്മയാണ് പ്രചരണത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നു. ഇവിടെ നല്ല കേരളത്തിൽ മൊത്തം LDF തരംഗമാണ്. അത് എവിടെയും ചോദിക്കുന്ന ആവശ്യമില്ല. ആണ് ഇപ്പൊ നമ്മൾ രാത്രിയാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞാൽ ഞാനും വിശ്വസിക്കില്ല. അങ്ങനെ ആണ് ഒട്ടേറെ വികസനങ്ങളല്ലേ. അല്ല നിങ്ങൾ ചാനൽ നിങ്ങൾ കാണുന്നല്ലേ അല്ലേ? എനിക്കിവിടെ പിന്നെ അവിടെ കൽപ്പന മണ്ഡലത്തിൽ ബത്തേരി നമ്മുടെ LDF പിന്നെ എല്ലാം ഉണ്ട്. 3 കൂടെ അല്ലേ. നമുക്ക് മാനന്തവാടി മണ്ഡലത്തില് മാനന്തവാടി കള്ളോട്ടൻ അത് ഉറപ്പിച്ചില്ലേ? വയനാട്ടില് മൊത്തത്തില് 3 മണ്ഡലം LDF-ന് തന്നെ കിട്ടുള്ളൂ. ഉറപ്പല്ലേ? ഒരു 86-87 സീറ്റില് LDF അധികാരത്തിൽ വരും. അതിൽ മാറ്റമൊന്നുമില്ല. അതിനുള്ള വികസനം നാട്ടിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പെൻഷനാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ റോഡ്, പാലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയല്ലേ. പിന്നെ അതിക്കുള്ളിൽ പിന്നെ എന്താ വേണ്ടത്? ഒരു സർക്കാർ ചെയ്യാനുള്ളതിൻ്റെ മാക്സിമം ചെയ്യുന്നില്ലേ? ഇനിയും തുടരുവാണെങ്കിൽ 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യും. അപ്പം അതുകൊണ്ട് 100% ഉറപ്പാണ് LDF അധികാരത്തിൽ വരികയും ചെയ്യും. ഒരു 80-ന്റെ മേലെ സീറ്റ് കിട്ടുകയും ചെയ്യും. കേരളത്തിൽ ഇപ്പൊ UDF വരുന്നാണ്. ഭരണം മോശമാണെന്നാണ് ഇപ്പൊ എല്ലാവരും. ഇപ്പൊ ഞാൻ മാത്രല്ല എല്ലാവരും അങ്ങനെ പറയണത്. അതെ,
അപ്പൊ ഇവിടെ ആരാണ് ജയിക്കുന്നത്? ഇവിടെ LDF-ന്റെ സാരഥികളായിരിക്കും ജയിക്കുക. നടവേലിൽ 3 മണ്ഡലമാണ്, 3 മണ്ഡലത്തിൽ കുടിച്ചിരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ 3 മണ്ഡലത്തിന്റെ ഭാഗത്ത് 3 മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കും. തുടർഭരണം ഉറപ്പാണ്. എനിക്ക് മാനന്തവാടി ബത്തേരി വോട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇതാ ഗിരിജനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവർക്കും പിന്നെ പെൻഷനും എല്ലാ കാര്യവും ചെയ്തു. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എന്താക്കുന്ന മുഖ്യമന്ത്രി പിന്നെ എല്ലാം ചെയ്തു. അത് മുഖ്യമന്ത്രി ജയിക്കും. പിന്നെ റിയാസ് എന്ന് പറഞ്ഞ പോലെ അല്ലല്ല, റിയാസ് ജയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ സുൽത്താൻ ബത്തേരി. ഇവിടെ ആര് ജയിക്കുന്നതാണ്? അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് MS വിശ്വനാഥൻ ജയിക്കും. ഞങ്ങളുടെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലം കണിയാമ്പറ്റ പഞ്ചായത്ത് 38-ാം ബൂത്താണ് നടവയൽ. കൽപ്പറ്റയിൽ ഇപ്രാവശ്യം PK അനിൽകുമാർ RJDയുടെ ജയിക്കും, നിർബന്ധമായിട്ട് ജയിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 5000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ കൽപ്പറ്റയിലാണ് ഏറ്റവും വലിയ വികസനം ഉണ്ടായത്. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം, അതുപോലെ തുരങ്കപാതയുടെ വന്നിട്ടുണ്ട്, റോഡുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം LDF സർക്കാരാണ് ചെയ്തത്. ഇതിൻ്റെ പുരോഗതി വരുമ്പോഴെല്ലാം അതിനെതിരായിട്ട് നിന്നതാണ് സിദ്ദിഖ് പറഞ്ഞു തുരങ്കപാത വേണ്ട, ടൗൺഷിപ്പിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവസാനം അതിൻ്റെ പ്രതിഫലനമായിരുന്നു സാധാരണ ജനങ്ങളിൽ നിന്ന് ടൗൺഷിപ്പിന് ഉദ്ഘാടനം വന്നപ്പോൾ. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ജനങ്ങൾ തന്നെ കൂവാണ് ചെയ്തത്, അതുവരെ എതിരായിരുന്ന ആളെ കൊണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യത്തത് ഉറപ്പാണ്. കാരണം 2500 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 2600 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ജയിക്കുമായിരുന്നു. അപ്പോൾ ഈ 5 വർഷത്തെ കാല പ്രവർത്തകരുടെ കൂടിയ വലിയ ഭൂരിപക്ഷത്തോടുകൂടി PK അനിൽകുമാർ RJDയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതാണ്. മറ്റുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൽപ്പറ്റയിൽ ഇതുവരെ അനുഭവം നമുക്കറിയാം. ഇവിടെ തന്നെ കൽപ്പറ്റയിൽ വയനാട്ടിൽ ജനറൽ സീറ്റ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇവിടെ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊന്നും കൊടുത്തില്ല. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുള്ളതിൽ അവിടെയെല്ലാം കോൺഗ്രസ് വരുന്നു. അതും കഴിഞ്ഞിട്ട് ചുരം കയറി ഇവിടെ വന്നതാണ് നമ്മുടെ സിദ്ദിഖ്. ആ സിദ്ദിഖ് വന്നതിൻ്റെ ഇവിടെ തന്നെ അമർഷമായിട്ടുള്ള കാരണം ഒരു ജനറൽ സീറ്റ് ഉണ്ടായിരുന്ന ആർക്കും കൊടുക്കാതെ പോയി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എതിർപ്പുണ്ട്. കാരണം ഒന്നും ചെയ്തിട്ടില്ല MLA എന്നുള്ള രീതിയിലാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് UDF-ന് ഉള്ളിൽ തന്നെ പ്രത്യേകിച്ച് ലീഗിൽ നിന്ന് തന്നെ അവർക്കെതിരായിട്ടുണ്ട്. അപ്പോൾ UDF-ൽ നിന്ന് തന്നെ ഒരു വ്യത്യാസം വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൂടാതെ നമ്മുടെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടും യോഗ്യനാണ്. അദ്ദേഹം INTUC നേതാവായിരുന്ന തോട്ടം തൊഴിലാളികളുടെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന PK ഗോപാലിൻ്റെ മകനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടാത്തതാണ് തോട്ടം തൊഴിലാളികളുടെ പല വോട്ടും. ഇദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് തോട്ടം തൊഴിലാളികളുടെ ഇടയ്ക്കും മറ്റ് കർഷക തൊഴിലാളികൾക്ക് വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ സുനിൽകുമാറിന് മാത്രമല്ല 2006 സംഭവിച്ച പോലെ 3 സീറ്റും LDF-ന് പ്രകാരം ജയിക്കാൻ പോകുന്നതാണ് ഏതാണുള്ളത് തീർച്ചയായിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല.